നമ്മൾ ഇവിടെ ഇപ്പം നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലാണ്. വയനാട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. നമുക്ക് ഇവിടെ കാണുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മോർച്ചറി അല്ലേ, അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള മൃതശരീരങ്ങൾ ഇവിടെ എത്തിക്കുകയും പ്രധാനമായും പോത്തുകല്ലിൽ നിന്ന് റിക്കവർ ചെയ്ത ഡെഡ് ബോഡിയാണ് ഇവിടെ നിന്നൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതുവരെ മറ്റൊരു കാര്യത്തിന് മറ്റൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആളുകൾ ആ രീതിയിലൊക്കെ കണ്ടിരുന്ന ഒക്കെ സ്ഥാപനങ്ങൾ ഒരു നിമിഷം കൊണ്ട് തന്നെ എല്ലാവരുടേതുമായി ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളുടെ കേന്ദ്രമായിട്ടൊക്കെ മാറുന്നത് എന്നുള്ളത് അത്ഭുതകരമായ കാഴ്ച. നമ്മളിവിടെ കാണുമ്പോൾ ഇവിടെയുള്ളത് ഒരു പള്ളിയാണ്, മസ്ജിദുർ റഹ്മാൻ എന്ന് പറയുന്ന പള്ളി നിൽക്കുന്നു. അതിന്റെ അപ്പുറത്ത് അതിനോട് ചേർന്ന് തന്നെ പള്ളിയുടെ കെട്ടിടം തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറുന്നു. DNA പരിശോധന നടത്തുന്ന കേന്ദ്രമായി മാറുന്നു. എന്തൊക്കെയാണ് ഇവിടെ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ട് പങ്കെടുക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇവിടെ നമ്മള് വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്ന് ചാലിയാറിൽ നിന്ന് പോത്തുകല്ല് ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ മൃതശരീരങ്ങള് എത്തിക്കുന്നതിനും അത് സൂക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള 100ഓളം ഫ്രീസറുകൾ ഒരുക്കിയ ഒരു ഓഡിറ്റോറിയമാണിത്. MSA ഓഡിറ്റോറിയം എന്നാണ്. ഇത് ആ അപകടം നടന്ന പിറ്റേ ദിവസം മുതൽ തന്നെ പ്രവർത്തന സജ്ജമായ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ ഒരു വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷനോടുകൂടി സർക്കാർ ഒരുക്കിയ ഒരു സംവിധാനമാണ്. ഇവിടെ നേരത്തെ ഇവിടെ കല്യാണങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു ഓഡിറ്റോറിയമാണ്. ഈ ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോ ഈ ഫ്രീസറുകൾ ഒരുക്കിയത്. ഇത് ഓരോ ദിവസവും 10, 15, 20 അവിടെ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ അവിടെ നിന്ന് ആംബുലൻസിൽ ഇവിടെ എത്തിക്കുകയും അത് ഇവിടെ കൃത്യമായ പ്രൊസീജിയറിൽ അവർ സൂക്ഷിക്കുകയും ഈ വരുന്ന ആളുകൾ, അത് നമ്മൾ നഷ്ടപ്പെട്ട ആളുകളുടെ ആ ബന്ധുക്കൾ ഇവിടെ വരികയും അത് തിരിച്ചറിയാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയും എന്നുള്ള ഒരു വലിയൊരു പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അറിയുന്നവരും അറിയാത്തവരും എന്തെങ്കിലും തരത്തിലുള്ള രേഖ പോലും അവശേഷിക്കാത്തവരും ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട് ഇവരെന്ന് പറയുന്ന രീതിയിൽ ആരുടെയെങ്കിലും തെളിവോ സാക്ഷ്യമോ പറയാൻ പോലും പറ്റാത്ത ആളുകളും ഒക്കെ ഈ അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, ഈ വലിയ ദുരന്തത്തിൽ. അപ്പൊ അവരെയൊക്കെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് അല്ലേ? എങ്ങനെയാണ് അത് മാത്രവുമല്ല, അംഗഭംഗം വന്നവർ, ഈ വലിയ കുത്തൊഴുക്കിൽപ്പെട്ട് ശിരച്ഛേദം വന്നു പോയവർ, കൈകാലുകൾ ഇല്ലാതായി പോയവർ, കൈ മാത്രമായി അവശേഷിക്കുന്നവർ, കാല് മാത്രമായി അവശേഷിക്കുന്നവർ, വിവരിക്കാൻ പറ്റില്ല അല്ലേ അങ്ങനെയുള്ളൊരു സംഭവം. ഇവിടെ പലരും ഒരു ബോഡി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അവയവം മാത്രമായിരിക്കാനും സാധ്യതയുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണ്? ശരിയാണ്. അതെ. അപ്പം എന്താണെന്ന് വെച്ചാല് നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് നേരിടുമ്പോഴാണ് ഒരു മൃതശരീരം തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയാതെ വരുമ്പോൾ ആ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടമുണ്ട്. കാരണം ഓരോ ദിവസം കഴിയുന്നോറും ഈ ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധൻ കഴിഞ്ഞ് ഇന്ന് ഞായറാഴ്ചയായി ഈ സമയം നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് ഒരു പള്ളിമുറ്റത്താണ്. പള്ളിമുറ്റത്താണ് മസ്ജിദുർ റഹ്മാൻ മഹല്ല്, അതിന്റെ ആരാധനാലയമാണ്. ഈ ആരാധനാലയം സാധാരണഗതിയിൽ പ്രാർത്ഥനാ നിരതമായി നിൽക്കുന്ന ഒരു ആരാധനാലയം. പ്രാർത്ഥന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതിന്റെ പ്രൊമൈസസ് എല്ലാം ഈ പറയുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജ്ജമായി നിൽക്കുന്നു. നമ്മുടെ ഇടതുഭാഗത്താകുമ്പോൾ ആംബുലൻസുകൾ നിർത്തിയിട്ടിരിക്കുന്നു. പല ഭാഗങ്ങളിലായി ഇപ്പോഴും മൃതദേഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള മൃതദേഹങ്ങൾ, ഐഡന്റിഫൈ ചെയ്ത മൃതദേഹങ്ങൾ ആംബുലൻസിൽ അവരുടെ പ്രദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായി നമ്മളിപ്പോ ഇത് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടേക്ക് കുടിവെള്ളം എത്തിക്കുന്നു മറ്റൊരു കൂട്ടർ, പല സംഘടനകളിൽപ്പെട്ടവർ, പല ജാതികളിൽപ്പെട്ടവർ, പല മതങ്ങളിൽപ്പെട്ടവർ അല്ലേ? ആ ഒരു അനുഭവം എങ്ങനെയാണ് ഈ ഒരു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമുക്ക് ഒന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ പറ്റുക? കഴിഞ്ഞ ദിവസങ്ങളിലായി ഇപ്പൊ ഇവിടെ ഞങ്ങൾ യൂണിറ്റി സോഷ്യൽ സർവീസ് മൂവ്മെന്റിന്റെ ഒരു ഭക്ഷണ വിതരണ കേന്ദ്രം, ഇതിന്റെ നടത്തിപ്പ് യൂണിറ്റിക്കാണ് ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച കോഴിക്കോട് മർക്കസുദ്ദാവ കേന്ദ്രീകരിച്ചിട്ടുള്ള വളണ്ടിയർ വിഭാഗമാണ് യൂണിറ്റി സോഷ്യൽ സർവീസ് മൂവ്മെന്റ്. അതിന്റെ ഒരു ഭക്ഷണ വിതരണം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ആളുകള്, അവരുടെ ബന്ധുക്കള്, തിരിച്ചറിയാൻ വരുന്ന ആളുകള്, പോലീസ് ഉദ്യോഗസ്ഥര്, ഇവിടെയുള്ള വ്യത്യസ്ത വളണ്ടിയേഴ്സ്, അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഏതെങ്കിലും ഒരു വിഭാഗമോ ഏതെങ്കിലും ഒരു മതസംഘടനയുടേതോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റേതോ ഞങ്ങള് കണ്ടു. ആ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ വ്യത്യസ്ത സംഘടനകളിൽപ്പെട്ടവർ, അതുപോലെ തന്നെ പല പ്രായത്തിൽപ്പെട്ടവർ, പല ജാതികളിൽപ്പെട്ടവർ, പല പ്രദേശങ്ങളിൽ നിന്ന് വന്നവർ, അങ്ങനെ ഒരു തരംതിരിവും അവിടെ കാണാനില്ല. എല്ലാവരും ഒരുമിച്ച് ഏത് തരം ഭക്ഷണമാണ് വേണ്ടത് എന്ന് ചോദിച്ച് വിതരണം ചെയ്യാൻ, സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വളണ്ടിയർമാർ വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് നൽകുന്ന ഭക്ഷണം, വളരെ വൃത്തിയോടുകൂടി നൽകുന്ന ഭക്ഷണം, വളരെ ആദരവോടു കൂടിയിട്ടുള്ള സെർവിങ്, അതോടൊപ്പം തന്നെ അവർ വാങ്ങുന്നു, കഴിക്കുന്നു, അവര് ഏറ്റ ദൗത്യങ്ങളിലേക്ക് അവർ വീണ്ടും തിരിച്ചു പോകുന്നു സന്തോഷത്തിലായ തരം. നമ്മളിതാ ഒരു ആരാധനാലയമാണ് അല്ലേ?
ഇവിടെ പള്ളിയാണ്. നമുക്ക് അവിടെ സാധാരണഗതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളോട് സാധാരണ നമസ്കാരങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ അതാണ്, അല്ല നിർത്തിവെച്ചിട്ടല്ല. മസ്ജിദുർ റഹ്മാനിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇവരുടെ പോലീസുകാരുടെ താമസം, അവർക്ക് രാത്രി കിടക്കാനുള്ള സൗകര്യം ഇവിടെ നമസ്കരിക്കുന്ന സ്ഥലത്താണ്. അതിൽ എല്ലാ മതവിഭാഗത്തിലും നമ്മൾ ഇങ്ങനെയൊരു സന്ദർഭം വരുന്ന സമയത്ത് എങ്ങനെയാണ് മനുഷ്യരുടെ മനസ്സിന് ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ തന്നെ വലിയ തോതിൽ മാറ്റങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ ഒരു ദുരന്ത സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ടായിട്ടുള്ള ഈ മോർച്ചറി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രത്തിലെത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇതുവരെ കണ്ടതൊന്നുമല്ല ലോകം, നമ്മൾ ഇതുവരെ അനുഭവിച്ചതല്ല ലോകം, നമ്മൾ ഇതുവരെ അറിഞ്ഞതല്ല ലോകം എന്നൊക്കെ നമുക്ക് പുതിയ പുതിയ പാഠങ്ങൾ പകർന്നു നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അല്ലെ. നോക്കൂ, ഈ ഇവിടേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ പടിക്കെട്ടുകൾ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നത് DNA പരിശോധനാ കേന്ദ്രമാണ് അല്ലെ. എന്താണ് ഈ DNA പരിശോധന? പ്രേത പരിശോധനയുമായി ബന്ധപ്പെട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇവിടെ സേവനം നടത്തി. എന്നോട് കൊച്ചുകുട്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം വേണോ കേട്ടാന്ന് ചോദിച്ചു. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടേക്ക് എത്തുമ്പോൾ DNA പരിശോധനാ കേന്ദ്രം. ഇപ്പൊ പ്രേത പരിശോധനയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു, പേരറിയാത്ത, നാളറിയാത്ത, ദേശം അറിയാത്ത, ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പോലും ഫിസിക്കലി ലഭ്യമല്ലാത്ത, അതായത് ഒരു മുഴു ശരീരം പോലും കിട്ടുന്നില്ലല്ലോ. പല കേസുകളിലും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരവയവം മാത്രമാണ് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ കിട്ടുന്ന മാർഗം. അപ്പൊ അതിൽ ഈ DNA പരിശോധനയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. സാധാരണഗതിയിലുള്ള പ്രേത പരിശോധന പോലെയല്ല. അങ്ങനെ ഒരു DNA പരിശോധന കേന്ദ്രമായി ഒരു ആരാധനാലയം, അതിന്റെ മദ്രസയും അതിന്റെ മദ്രസയോട് ചേർന്ന ഭാഗം ഒരു DNA പരിശോധനാ കേന്ദ്രമായിട്ട് മാറും. അങ്ങനെ തിരിച്ചറിഞ്ഞ മൃതശരീരങ്ങളുടെ ഒരു വിവരങ്ങൾ താങ്കളുടെ പക്കൽ ഉണ്ടാവില്ലേ? അല്ലാതെ ബന്ധുക്കൾ തിരിച്ചറിയുന്ന സാധാരണഗതിയിൽ തിരിച്ചറിയും. പക്ഷെ ഇത്തരത്തിൽ ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ തിരിച്ചറിയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അതെങ്ങനെയാണത് നമുക്ക് പറയാൻ കഴിയും? അങ്ങനെ തിരിച്ചറിഞ്ഞ എത്ര ബോഡികളുണ്ട് ഇതുവരെയുള്ള കാര്യം? ഏകദേശം 80-ലധികം 90-ന്റെ അടുത്ത് ബോഡികളാണ് ഇവിടെ വന്നത്. അത് തിരിച്ചറിഞ്ഞ് പിന്നെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. ഇനി ഏകദേശം 18 എണ്ണാണ് ഇവിടെ ഉള്ളത്, നിലവിലുള്ളത്. അതിന് തിരിച്ചറിയേണ്ട ഇതുണ്ട്. ബന്ധുക്കൾ പലരും വന്ന് നോക്കുന്നുണ്ട്. ഒരു പക്ഷേ കുടുംബം പൂർണ്ണമായിട്ട് പിന്നെ ദുരന്തം എടുത്തു പോയ ആളുകളുണ്ട്. നോക്കൂ, ഇത് നമ്മുടെ വിശ്രമിക്കുന്ന കേന്ദ്രമാണ്. വിശ്രമിക്കുന്ന ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇവിടെയും പള്ളിയിലുമാണ് സഹോദരിമാരടക്കമുള്ള ആളുകൾ. ഇവിടെ നോക്കൂ, ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ നമുക്ക് ഇത് പലരും പല രീതിയിലൊക്കെ ഇവിടെ നടക്കുന്ന സേവന പ്രവർത്തനങ്ങളെ, സന്നദ്ധ പ്രവർത്തകരെയൊക്കെ ആക്ഷേപിക്കുന്ന ശബ്ദം പോലും നമ്മൾ ഈ പറയുന്ന അങ്ങനെ ഒരു കേൾവി പോലും നമ്മൾ ഉണ്ടായി. അതവിടെ നിൽക്കട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച കൂടുതൽ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ വന്നു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ ഒരു മനസ്സിന്റെ ഒരു വല്ലാത്തൊരു സമ്മേളനം, വല്ലാത്തൊരു കൂടിച്ചേരൽ, എന്താണ് എനിക്ക് ചെയ്യേണ്ടത് എന്ന തോന്നൽ ഓരോരുത്തരിലും ഉണ്ടാക്കുന്നത്. തുടർന്ന് നമ്മൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ പോലും എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു പാഠം ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയതല്ല യഥാർത്ഥത്തിലുള്ള ലോകം, നമ്മൾ മനസ്സിലാക്കിയതല്ല യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സ് എന്നൊക്കെയുള്ള വലിയ മഹത്തായ പാഠങ്ങൾ നൽകുന്ന അനുഭവമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്നത്. അത് പോലീസ് സേനയിൽപ്പെട്ടവരാകട്ടെ, വോളണ്ടിയർ ഗ്രൂപ്പിൽപ്പെട്ടവരാകട്ടെ, അതിന് വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവർ. ഞാൻ സംസാരിച്ച സമയത്ത് കണ്ണൂരിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന്, അങ്ങനെ തുടങ്ങി പല ഭാഗങ്ങളിൽ നിന്ന് വന്നവർ, തിരുവനന്തപുരത്ത് നിന്ന് വന്നവർ, കൊല്ലത്തു നിന്ന് വന്നവർ, കോട്ടയത്ത് നിന്ന് വന്നവർ, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ ഇവിടെ ഈ പറയുന്ന സേവന കേന്ദ്രത്തിൽ സേവന സന്നദ്ധരായി ഊണും ഉറക്കവും ഒഴിഞ്ഞല്ലേ, പൂർണ്ണമായിട്ട് സമയത്ത് രാത്രിയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചായ മറ്റു കടികളൊക്കെ പൂർണ്ണമായി 24 hours ആയിട്ട് തന്നെ നമ്മളിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. കാരണം ഉറക്കൊഴിച്ചിട്ടാണ് അവർ ഈ വയനാടിന്റെ തണുപ്പ് അന്തരീക്ഷത്തിൽ ഡ്യൂട്ടി എടുത്തുകൊണ്ട് നിൽക്കുന്നത്. എല്ലാവർക്കും എല്ലാ വിഭാഗം വളണ്ടിയർമാരുണ്ട്, എല്ലാ വിഭാഗം. ഇപ്പൊ പ്രധാനമായിട്ട് മോർച്ചറി കേന്ദ്രത്തിൽ നമ്മളിപ്പോ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇവിടെ അതിനെ തുടർന്ന് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം നമ്മുടെ വളണ്ടിയർ പ്രവർത്തനങ്ങൾ എത്രമാത്രം അതിലേക്ക് ഇൻപുട്ട് ഉണ്ട്? ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടത് വരുന്ന ബോഡി സർക്കാർ സംവിധാനം ഇവിടെ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നതിനനുസരിച്ച് അതിൽ അവരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അവരെ പിന്നെ നമ്മളെ ഫ്രീസറിലേക്ക് മാറ്റുന്നു, ബോഡി വൃത്തിയാക്കുക. ഇപ്പൊ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കുറെ സഹോദരിമാരായിട്ടുള്ള വളണ്ടിയർമാർ, സ്ത്രീകളുടെ ബോഡി ആണെങ്കിലും അല്ലാതെ അതിന് കുറെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ 4 ദിവസമായിട്ട് പിന്നിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ആളുകൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത സംഘടനകളിൽപ്പെട്ട ആളുകൾ, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള ആളുകൾ.
എല്ലാവരും ഒരു വലിയൊരു പ്രൊസീജിയറാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ ദിവസങ്ങളിലും അവർ ഇടപെടുന്നത് ഈ നമുക്കറിയാലോ, നമ്മുടെ ശരീരം ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ജീർണിക്കാൻ തുടങ്ങിയ ജീർണിച്ച് ആവശ്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ബോഡിയാണ് ഇവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വൃത്തിയാക്കുന്ന ആളുകളുണ്ട്, പിന്നീട് ഇത് സൂക്ഷിക്കുന്ന ആളുകൾ, പിന്നെ ഇവരുടെ ബന്ധുക്കൾ, ബാക്കിയുള്ള ആളുകൾ വരുമ്പോൾ അവരെ തിരിച്ചറിയാനുള്ള സഹായം ചെയ്തു കൊടുക്കുക. ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, സർക്കാർ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ, അതോടൊപ്പം തന്നെ അവർക്ക് കൈത്താങ്ങായിട്ട് ഫുൾ സമയത്ത് വ്യത്യസ്ത സംഘടനകളിൽപ്പെട്ട ആളുകൾ വളണ്ടിയർമാരായിട്ട് ഇവിടെ ഉണ്ട്. അതാണ് അവിടെ നടന്നുകൊടുക്കുന്നത്. പിന്നെ അവിടെ നമ്മൾ വരുമ്പോൾ അവർക്ക് ബന്ധുക്കൾക്കും മറ്റു കാര്യങ്ങൾക്കുള്ള ഭക്ഷണം, മറ്റു സൗകര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ഇന്ന് മുതലാണ് നമ്മൾ ഈ പിന്നെ സർക്കാർ സംവിധാനം ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു DNA ടെസ്റ്റിംഗ് സെന്ററിനുള്ള ഒരു സൗകര്യം നമ്മൾ ഈ സ്കൂളിൽ തന്നെ ചെയ്തു കൊടുത്തു. ഈ പള്ളിയുടെ കീഴിലുള്ള ഒരു സ്കൂളും ഒരു മദ്രസയും ഒക്കെ ഇവിടെ ഉണ്ട്. അത് അവിടെ തന്നെ ചെയ്തു കൊടുത്തതാണ്. DNA പരിശോധന ഇന്നും ആണ് അവിടെ ഇന്ന് മുതലാണ്. ആ രീതിയിൽ പരിശോധന പൂർത്തിയായ അതിന്റെ റിസൾട്ട് എന്തെങ്കിലും അതിനെ പറ്റിയിട്ടൊന്നും ഇല്ല. അത് പിന്നെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായതുകൊണ്ട് നമ്മള് ഈ വീഡിയോയിൽ പറയുന്ന അതിന്റെ ഒരു വാസ്റ്റ്നെസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെ നടക്കുന്ന പ്രവൃത്തികൾ നോക്കൂ. നിരനിരയായി പിന്നെ ഫ്രീസറുകൾ കിടക്കുന്നു, അല്ലെ, മൊബൈൽ ഫ്രീസറുകൾ കിടക്കുന്നു. ഇവിടേക്ക് വന്നത് പിന്നെ ഇവിടെ നിന്ന് പോകാനുള്ളതുമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആംബുലൻസുകൾ താഴത്ത് വളരെ സജ്ജമായി നിൽക്കുന്നു. വളണ്ടിയർമാർക്ക് വിശ്രമിക്കാനുള്ള കൂടാരങ്ങൾ, ഇവിടേക്കുള്ള ജനറേറ്ററുകൾ, കറണ്ട് പോയാൽ പോലും ഈ ഫ്രീസറുകൾ പ്രവർത്തനരഹിതമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം ഈ പറയുന്ന കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നു. അതിലൊക്കെ ഉപരിയായി നാനാത ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മനുഷ്യരുടെ മനസ്സ്, അവരുടെയൊക്കെ സെൽഫ്ലെസ് ആയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, വളരെ ആത്മപ്രചോദിതമായിട്ട് നടത്തുന്നവരുടെ പ്രവർത്തനം, ഇതെല്ലാം നമുക്ക് ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഈ പ്രവർത്തനം ഇനിയും എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നുള്ള ഒരു തോന്നലാണുള്ളത്. ഇവിടുത്തെ ഭരണകൂടവും ജില്ലാ സംവിധാനവും നമ്മൾ ഈ സംവിധാനം എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നോ അത്രയും കാലം ഇവിടെ ആളുകൾ വരുന്ന അത്രയും കാലം ഇവിടെയുള്ള ഈ സംവിധാനങ്ങൾ തുടരാൻ തന്നെയാണ് ഇതിന്റെ യൂണിറ്റി ആണെങ്കിലും ഈ മസ്ജിദുർ റഹ്മാന്റെ കമ്മിറ്റി ആണെങ്കിലും തീരുമാനിച്ചത്. എത്ര കാലം ഇവിടെ ആവശ്യം വരുന്നോ അത്രയും കാലം. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചമാര് ഈ യൂണിറ്റിയുടെയൊക്കെ വളണ്ടിയർ വിങ്ങിന്റെ മറ്റു പ്രവർത്തനങ്ങളും വേറെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഈ ദുരന്തത്തിന്റെ വേദനയിൽ നിന്ന് ഈ നാട് മുക്തമാകുന്നത് വരെ, ഈ പരിക്കിന്റെ വേദനയിൽ നിന്ന് ഈ നാട് മുക്തമാകുന്നത് വരെ, ഈ നാട് വീണ്ടും പഴയ രീതിയിലേക്ക് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നാടുകളിലേക്ക് തിരിച്ചു വരുന്നത് വരെ എന്തെല്ലാം ആവശ്യങ്ങൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ സമൂഹത്തിന് വേണ്ടി നിർവഹിക്കാനുണ്ടോ അത് മുഴുവൻ നിർവഹിക്കാൻ മസ്ജിദുർ റഹ്മാന്റെ പള്ളി കമ്മിറ്റി ആണെങ്കിലും അതിനോട് ചേർന്ന മദ്രസയാണെങ്കിലും അതിന്റെ ഭാരവാഹികളാണെങ്കിലും അതിനുവേണ്ടിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും ഒരുക്കമാണ്, തയ്യാറാണ് എന്ന ഒരു പ്രഖ്യാപനം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.